ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുക, കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതാ ഞാൻ ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. ഇപ്പോൾ ഇതാ കുറച്ച് മട്ടൻ ഉണ്ട്, അത് ഒന്ന് വരട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സിമ്പിൾ റെസിപ്പി ആയിട്ടത്. നമുക്ക് ബീഫിലും ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനിയിപ്പോൾ അത് അതിലേക്കുള്ള കുറച്ച് മസാലാസ് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ, കുറച്ചായിട്ട്. ഇപ്പോൾ ഇതാ ഒരു 2 ടീസ്പൂണ്, 1 കിലോ മട്ടൻ ഉണ്ട്. അപ്പോൾ ഒരു 2-3 ടീസ്പൂണെല്ലാം, ഇത് കുറച്ച് വലിയ സ്പൂണാണ് കേട്ടോ, അത് ഞാൻ അങ്ങനെ പറയുന്നത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പിന്നീട് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കും കേട്ടോ, അതാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. 1/2 കിലോക്കാണ് ഞാൻ 1 കിലോയിലേക്കാണ് പറഞ്ഞത്. നിങ്ങൾ ബീഫോ ബീഫോ മട്ടനൊക്കെ കുറക്കും തോറും മസാലയും കുറക്കണേ. ഇനി കുറച്ച് ഗരം മസാലയും, ഒരു 1/4 ടീസ്പൂണെല്ലാം ഗരം മസാലയും, കുറച്ച് ഉലുവ, ഒരു 1/2 ടീസ്പൂണെല്ലാം ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മട്ടനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത്. ഞാനൊരു കാര്യം മറന്നു പോയിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അത് ഞാൻ മറന്നു പോയിട്ട് ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫെല്ലാം ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബൾബ് വെളുത്തുള്ളി ഞാൻ മുഴുവനായിട്ട് തന്നെ തൊലി കളഞ്ഞ് ചതക്കൊന്നും വേണ്ട, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് കഴുകിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു. ഇനി വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് വെച്ച് കൊടുത്താൽ എനിക്ക് അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് നമുക്ക് ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു കറിയാട്ടത്. ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ അത്രയും മതി കേട്ടോ. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിപ്പോൾ 2 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അത് ചേർത്ത് കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലും എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. 1 മിനിറ്റ്, ഒരുപാട് സോഫ്റ്റായിട്ട് വരുമൊന്നും വേണ്ട, 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആ ഒരു സമയത്ത് നമ്മളെ മട്ടൻ വിസിലെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ തക്കാളീൻ്റെ പകുതി, കുറച്ച് മതി കേട്ടോ, അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുത്താൽ മതി. അതിനി സോഫ്റ്റ് ആവാനൊന്നും വെക്കണ്ട കേട്ടോ. എന്നിട്ട് കുറച്ച് തൈര്, അതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മിക്സിയിൽ ഒന്ന് ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അതാട്ടോ ഒഴിച്ചു കൊടുത്തത്. ഞാനിപ്പോൾ നല്ല പുളിയുള്ള തൈര് ആയതുകൊണ്ട് കുറച്ച് തൈര് എടുത്തിട്ടുള്ളൂ, ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തൈര് എടുക്കാം. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ മതി, ഇനി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒഴിച്ച് അപ്പം തന്നെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കറി റെഡി. ഇനി ഇതാ നമ്മളെ ഈ ഒരു ചതുരപ്പയറില്ലേ, നമ്മൾ ചതുരപ്പയർ എന്നാട്ടോ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് ഒന്ന് കമൻ്റ് ആക്കണേ. അതിൻ്റെ കൂടെ ആ ഒരു ഓറഞ്ച് കാണുന്നത് ക്യാരറ്റിൻ്റെ ഒരു കുഞ്ഞു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേടായി പോകണ്ടെന്ന് വിചാരിച്ച് ചെറുതായിട്ട് അതിൽ കട്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ ഇത് തേങ്ങ ചേർത്തിട്ടും ഉണ്ടാക്കലുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ ഉപ്പേരി എല്ലാം തേങ്ങ ചേർക്കാതെ പച്ചമുളക് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഉപ്പേരികളാട്ടോ ഇഷ്ടം. അപ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം അത് ഇട്ട് കൊടുത്തു, ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തു, ഉപ്പും കൂടെ ചേർത്തിട്ട്. അത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചല്ലേ.
അപ്പോൾ നമ്മളെ ഫുഡെല്ലാം ഏകദേശം റെഡിയായി. ഇപ്പോൾ മട്ടനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് വന്നതിന് ശേഷം ഞാനത് അങ്ങനെ തന്നെ ഒന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. കുക്കറിൽ തന്നെ വെച്ചിട്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തേ. കാരണം നമ്മൾ ഓവർ ആദ്യം ചേർത്ത് കൊടുത്തില്ലല്ലോ. അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മട്ടൻ ഞാൻ വെള്ളം വറ്റിച്ചെടുത്തതാണ്, അതങ്ങനെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യം ചട്ടി വെച്ചിട്ട് കുറച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒരു സവാള അങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും അതും കൂടെ ചേർത്തിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ മട്ടൺ ചേർത്ത് കൊടുത്തത് കേട്ടോ. ദാ ഈ ഒരു സവാള കേട്ടോ, ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വഴണ്ട് വന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ബീഫ് ഇട്ടതിന് ശേഷം ആ ഒരു സവാള ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചാലില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബീഫിനൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനി ബീഫിൽ കിടന്നിട്ട് ആ സവാളയൊക്കെ ഒന്ന് അതിലിങ്ങനെ കോട്ട് ചെയ്ത് റെഡി ആയിട്ട് വരും. പിന്നെ ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ നല്ല കറുത്ത കളറായിട്ട് ഇങ്ങനെ റോസ്റ്റായിട്ട് വരും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വെറും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ കിടു കോമ്പിനേഷനാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഇന്ന് ഞാൻ ലഞ്ചെല്ലാം ആക്കി വെച്ചിട്ട് വേഗം കഴിച്ചിട്ട് ഇന്ന് കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നത് പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഉംറക്ക് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ആണ്. അപ്പം എനിക്കൊരു പർദ്ദ എടുക്കണം. പിന്നെ പർദ്ദ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളുണ്ടല്ലോ, അത് ഫുൾ സ്ലീവാണ്, ഫുള്ള് ഉണ്ടാവും കൈ എപ്പോഴും, പിന്നെ ലൂസായിരിക്കും, താഴെ വരെയും ഉണ്ടാവും. അപ്പം അങ്ങനത്തെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് എടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ചുരിദാറല്ല. അപ്പോൾ അതെടുത്താൽ എനിക്ക് പിന്നീടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഞാൻ ഇതിന് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഇതിൻ്റെ 2 കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതും അങ്ങനത്തെ ഡ്രസ്സും ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇടാം. നമ്മൾ തല മറക്കുന്ന സമയത്ത് അവിടെ കൂടെ കഴുത്തിൻ്റെ ആ ഭാഗം മറഞ്ഞു വരും. പിന്നെ ലൂസാണ്. പർദ്ദേൻ്റെ സെയിം സംഭവങ്ങളാണല്ലോ ഇപ്പം ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം വരുന്നത്. അപ്പം ഞാൻ കൂടുതലും നോക്കുന്നത് ഇങ്ങനത്തെ ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ കുറേയൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു പർദ്ദ വാങ്ങണം. അപ്പം അങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഡ്രസ്സുകൾ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ, അതാണ് ഞാൻ തിരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉംറക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ പേര് പ്രാർത്ഥിക്കണം ജംഷി, ഓരോ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് വായിച്ചപ്പോഴല്ലേ കണ്ണിൽ വെള്ളം വന്നു പോയിട്ട്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും റഫീക്കും കുറേ കമൻറ്റ് വായിച്ചു. ഞാൻ ഫുള്ളിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വന്നതിനെ കുറച്ച് റിപ്ലൈ കൊടുക്കാനുണ്ടാവുള്ളൂ. ഞങ്ങൾ 2 പേരും ഇരുന്നിട്ട് കമൻറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഫീലായ കുറേ കമൻറ്റ് കേട്ടോ. കുറേ പേര് കുറേ ലെങ്തി ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ എന്തായാലും നിങ്ങൾ പോകുന്ന പോലെ ഞാൻ പോയാൽ അങ്ങനെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടാവും കേട്ടോ. എല്ലാവരും പറഞ്ഞ കാര്യങ്ങളും ഞാൻ ദുആ ചെയ്യും. നിങ്ങൾ എന്താ പറയുക, ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല, കുറേ ആവശ്യങ്ങളും കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും വേണ്ടി, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി ഞാൻ ദുആ ചെയ്യും. അപ്പോൾ അത് ഉറപ്പാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല. അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായിട്ട് അതൊക്കെ കണ്ടപ്പം. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനൊരു പ്രെയർ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു സ്പെഷ്യലാണ് കേട്ടോ. സാധാ ക്ലോത്തും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്, നമുക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ കിട്ടുന്ന അത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഈ നെക്കിൻ താടീൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സിബ്ബ് വരുന്നുണ്ട് കേട്ടോ. ആ സിബ്ബ് ആകുമ്പോൾ നമുക്ക് ചിലരൊക്കെ പറയുമല്ലോ ചൂടാണ്, ഭയങ്കര വിങ്ങലാണ് ഇതിട്ടിരിക്കുമ്പോൾ എന്ന്. അപ്പോൾ നമ്മൾ അതിട്ടിട്ട് ഖുർആൻ ഓതുന്നൊക്കെ സമയത്ത് ദിക്റൊക്കെ ചൊല്ലി നിസ്കാരപ്പായിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അതങ്ങനെ താത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എയർ കയറുകയും ചെയ്യും. ആ ഒരു വിങ്ങൽ അതുണ്ടാവില്ല കേട്ടോ. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്കിത് തോന്നി. അതാണ് ഞാൻ ഇതന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി കാരണം കേട്ടോ. പിന്നെ കൈയൊക്കെ അങ്ങനെ തന്നെ ആ ഒരു ഇലാസ്റ്റിക് വന്നിട്ട് അങ്ങനെ തന്നെയാണല്ലോ. ബാക്കിയെല്ലാം സെയിം ആണ്. പക്ഷേ ഇതെനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടാ. അപ്പോൾ ഇതെനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ, ഇപ്പോൾ അളവ് ചെറുതോ വലുതോ തടിച്ചവരോ മെലിഞ്ഞവരോ അവർക്കുള്ളതെല്ലാം അവർ ചെയ്തു തരും കേട്ടോ. ഏത് കളറിൽ വേണ്ടിയിട്ടാണെങ്കിലും ഏത് ക്ലോത്തിൽ വേണ്ടിയിട്ടാണെങ്കിലും ചെയ്തു തരും. പിന്നെ നമസ്കാര കുപ്പായത്തിൻ്റെ ആ ഒരു ക്ലോത്തിൽ ചെയ്തു തരും. പിന്നെ ആ ഒരു ചിലർക്ക് പ്രിൻ്റ് അങ്ങനത്തെ കളറുകൾ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വൈറ്റ് കളറിൽ വേണമെങ്കിൽ ഒക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ പിന്നെ അത് തന്നെ എടുക്കാൻ വേണ്ടി സാധാരണ നിസ്കാരക്കുപ്പായം എടുക്കാതെ ഇത് തന്നെ എടുക്കാൻ നമ്മൾ എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാര്യം എന്തെങ്കിലും അഴുക്കൊക്കെ ആയാലും നമുക്ക് പെട്ടെന്ന് അലക്കി ഉണങ്ങാനും പിന്നെ യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ ഒരു കുഞ്ഞി സംഭവത്തിൽ അവിടെ വെച്ച ആ ഒരു കുറേ സ്പേസും നമുക്ക് പോകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ എടുത്ത ഡ്രസ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരെണ്ണം ഇതാണ് കേട്ടോ, ഒരു കോഫി ബ്രൗൺ ആ ഒരു കളറിലാണ് വരുന്നത്. ഇതാ ഫുൾ സ്ലീവാണ്, നെക്കെല്ലാം ഇങ്ങനെ കയറിയിട്ട് വരുന്നുണ്ട്. നമുക്കിങ്ങനെ കാണില്ല കേട്ടോ, ഷോള് ഇങ്ങനെ ചുറ്റി ഇടുമ്പോൾ അപ്പുറം ഒന്നും കാണില്ല. അപ്പോൾ ഇതാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ക്ലോത്താണ് ഫുള്ളായിട്ട് വരുന്നത്. ഇത് കട്ടിങ് ഒന്നുമില്ല കേട്ടോ, ഒറ്റ ഒരു ഇതിൽ തന്നെയാണ് വരുന്നത്, ഒറ്റ ക്ലോത്താണ് കേട്ടോ, എവിടെയും കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സ്ലീവെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഒഴുകി നിൽക്കുന്നുമില്ല, എന്നാൽ അത്യാവശ്യം ലൂസായിട്ട് നല്ല നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. 1300 സംതിങ് ആണ് കേട്ടോ അതിന് വരുന്നത്, 1300. പിന്നെ ഇതാണ് ഒരു കഫ്താൻ ടൈപ്പ് പർദ്ദയാണ് കേട്ടോ. അത് പർദ്ദ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ, ഇത് കഴിഞ്ഞാലും എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈപ്പാണ് കേട്ടോ. ഇതും അങ്ങനെ തന്നെ, നെക്ക് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ഷോൾ ഇങ്ങനെ ഇതായി പോയാലും നമുക്ക് അവിടെ ഇങ്ങനെ ഓപ്പണായി നിൽക്കുന്ന ആ ഒരു പ്രശ്നമില്ല. പിന്നെ സ്ലീവ് ഇങ്ങനെ കഫ്താൻ അറിയാലോ, ആ ഒരു ടൈപ്പാണ് വരുന്നത്. സ്ലീവ് നമ്മളെ കൈയിൻ്റെ അറ്റത്ത് നല്ല കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ നിൽക്കില്ല. ഇത് കണ്ട ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാൽ അപ്പുറത്തെ ഭാഗത്ത് ഇങ്ങനെ ലൂസായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് ഇങ്ങനെ സെൻറ്ററിൽ ബ്ലാക്കും അപ്പുറത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റും ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഓവർ ലെങ്ത്തും കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റാണ് കേട്ടോ. എനിക്ക് ഷോക്സ് ഇട്ടാൽ നമുക്ക് ഉംറ ചെയ്യാനും എല്ലാം നിസ്കരിക്കാനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സെക്കൻഡ് അതായിരുന്നു. ഇനി ഇതൊരു എന്താ പറയുക, ഒരു താഴെ വരെയുള്ളൊരു ടോപ്പാണ് കേട്ടോ. ഇത് എന്താ പറയുക, കോളറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴെ വരെ ബട്ടൺ വരുന്നുണ്ട്. ഇതുപോലെ ക്ലോത്ത് അടിപൊളി ക്ലോത്താണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഇങ്ങനെ നമുക്ക് ഇട്ടാൽ നല്ല സുഖമുള്ളൊരു ക്ലോത്താണ് കേട്ടോ. പിന്നെ അത് കണ്ടോ, സ്ലീവ് കണ്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലീവാണ്. താഴെ ഇങ്ങനെ ചുരുങ്ങി എന്തെങ്കിലും നമുക്ക് കൈയിൻ്റെ അവിടെ ടൈറ്റ് ആയിട്ടല്ല, ഫ്രീ ആയിട്ട് തന്നെയാണ് കേട്ടുള്ളത്. ഇത് കണ്ടോ, ബാക്കിയുള്ള ഭാഗം കുറച്ച് ലൂസായിട്ട് നല്ല ക്ലോത്താട്ടോ, നല്ല മെറ്റീരിയൽ, അടിപൊളി മെറ്റീരിയൽ. ഇതും 1200 അങ്ങനെ 1100 അങ്ങനെ എന്താണ് വരുന്നത്. അതുപോലെ തന്നെ ആ കഫ്താൻ നേരത്തെ ഞാൻ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിന് റേറ്റ് വരുന്നത് 1300 കേട്ടോ. 1300, 1200, 1400 അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട്. ഓൺലൈനും അത് അവൈലബിൾ. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയത് സിന്ദൂറിലേക്കാണ് കേട്ടോ, വയനാടുള്ള സിന്ദൂർ ടെക്സ്റ്റൈൽസ് എന്നാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നിങ്ങൾ ചോദിക്കുമ്പോൾ അതാ ഞാൻ വിട്ടുപോയിട്ടോ പറയാൻ. പിന്നെ അത് വൈറ്റ് ബ്ലാക്ക് ഷോളുകളാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈദിനെടുത്തിട്ടുള്ള ആ ഒരു ഡ്രസ്സ്, ആ ഫോട്ടോയിലിട്ട ആ ഒരു എന്താ പറയുക, ആ ഒരു എന്താ കളർ, യെല്ലോ അല്ല, ആ ഒരു കളറ് ഒരു ഗോൾഡൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സെയിമാണ് കേട്ടോ, കളർ ചേഞ്ചാണ്. ഇത് 2 പീസിലാട്ടോ വരുന്നത്. ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു ചെസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് കട്ടിങ് ഉണ്ട്, ബാക്കിലും സെയിം കട്ടിങ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രീ ആയി ഇങ്ങനെ ഫ്രില്ല് കൊടുത്തിട്ട് അങ്ങനെയാണ് ഉള്ളത്. നല്ല ക്ലോത്ത് ആട്ടോ. അതാണ് ഇത് കണ്ടോ, ഒരു സ്ട്രെച്ചബിളാണ് കേട്ടോ ക്ലോത്ത് വരുന്നത്. ഇത് സാധാ ക്ലോത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് സ്ലീവ് നല്ല ലൂസായിട്ട് നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അറ്റം ഇലാസ്റ്റിക് വന്നിട്ട് അങ്ങനെയാണ് കേട്ടുള്ളത്. ചിലരെല്ലാം ചോദിക്കാനുണ്ട്, തയ്പ്പിക്കാനാണ് അതിൻ്റെ കട്ടിങ് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാനുണ്ട്. അപ്പോൾ അതാണ് ഞാനിത് എടുത്ത് പറഞ്ഞത് കേട്ടോ. അതിൻ്റെ സെയിം കളർ ചേഞ്ചാണ്. നമ്മളവിടെ ഒരു ആഷ് കളർ കണ്ടില്ലേ, ഹാഷ് കളറിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് രണ്ടും വരുന്നത്. അപ്പോൾ ഇത് കണ്ട, ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിളാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയും യൂസ് ചെയ്യാമല്ലോ, ഒരു പർദ്ദ ലുക്ക് തന്നെയാണ് ഇതിന് ഉണ്ടാവുക. പിന്നെ ഇങ്ങനെ ഇത് കുറച്ച് ഞാൻ പുറത്തേക്ക് ഇട്ടതിന് ശേഷം എനിക്കിത് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇടാനായിട്ടും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എടുക്കുന്നത്. ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത്, 900, 800 അങ്ങനെ എന്തോന്ന് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഷോള് ഒരു വൈറ്റ് ഷോള്, ഒരു ബ്ലാക്ക്, പിന്നെ സ്കിൻ കളറ് ഒരു ഷോളും ഒരു ക്രീം കളർ ഷോളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു പർദ്ദ എടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ക്രീം കളർ ഷോള്. അപ്പോൾ ഇതാണ് കേട്ടോ പർദ്ദ വരുന്നത്. ഒരു സിമ്പിൾ പർദ്ദ കേട്ടോ, ഒരുപാട് ഇങ്ങനെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിളായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അങ്ങനത്തെ ഒരു
സിമ്പിളായിട്ടുള്ള ഒരു പർദ്ദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഇതിൻ്റെ കട്ടിങ് കണ്ട ഒരു കഫ്താൻ കട്ടിങ്ങാണ് കേട്ടോ വരുന്നത്. അപ്പം ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ നിൽക്കില്ല, കുറച്ചിങ്ങനെ ഫ്രീ ആയിട്ട് നിന്നോളും, ഒരു ബോഡി ഷേപ്പായിട്ട് നിൽക്കില്ല അങ്ങനത്തെ പർദ്ദ. പിന്നെ അതാ കൈ നല്ല ലൂസ്, പിന്നെ അവിടെ ബട്ടൺ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ടൈറ്റാക്കി കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ വർക്ക് വരുന്നത് കണ്ടോ മുകളിൽ ഞാൻ അതാ അങ്ങനെ വരുന്നത് കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ബീഡ്സ് വരുന്നുണ്ട്, പിന്നെ താഴെയും കുറച്ച്, അത്രയേ ഉള്ളൂ. വേറെ എവിടെയും ഒന്നും വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ, സിമ്പിളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1400 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഇതും ഞാൻ സിന്ദൂർ തന്നെയാണ് കേട്ടോ എടുത്തത്. എനിക്കെല്ലാം അവിടെ നിന്ന് തന്നെ കുറച്ച് എന്താ പറയുക ഒരു മണിക്കൂർ പോലും വേണ്ടി വന്നിട്ടില്ല കേട്ടോ, അപ്പോഴത്തേക്കും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ വേറൊരു ദിവസം എടുത്തതാണ്. ഞാൻ വീട്ടിൽ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അവരോട് യാത്ര പറയാനും ഒക്കെ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നെയ്പത്തിരിയും ചപ്പാത്തിയും നൈസ് പത്തിരിയും ചിക്കൻ കറിയും എല്ലാം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. നമ്മൾ പെട്ടെന്നാണല്ലോ ഉമ്രേൻ്റെ ഇത് റഫീഖാക്ക് ലീവ് കിട്ടിയതും, പിന്നെ നമുക്കും ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് പെട്ടെന്നായിപ്പോയത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടുള്ള യാത്ര പറച്ചിലും കുറേ എല്ലാവരും അധികം ആളെയും ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞാൻ എടുത്തതാണ്. എല്ലാം ഒന്നും കംപ്ലീറ്റ് ആക്കാനോ ഒരു ഫിനിഷിങ്ങോ കാര്യങ്ങളോ ആയിട്ടൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. കുറച്ച് ഇങ്ങനെ അവിടെ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ളതാണ്, ഇത് വേറൊരു ദിവസം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ റഫീഖാൻ്റെയും എൻ്റെയും ഒഴിവ് പോലെ നമ്മൾ ഉള്ള ഗ്യാപ്പിൽ പോവുകയാണ് കേട്ടോ ചെയ്യുക. ഇത് നമ്മൾ പോകുന്നത് മേപ്പാടിയുള്ള റഫീഖാൻ്റെ മൂത്ത പെങ്ങളില്ല, നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് അവിടെ മേപ്പാടിയുള്ള റഫീഖാൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ, അവർക്ക് എന്തെങ്കിലും അവർ അടുത്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ അടുത്തല്ല കേട്ടോ, ഇവിടെ നിന്നും പോകാനുണ്ട്, കുറച്ചുകൂടെ പോകാനുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. പക്ഷെ ഒരു മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ ഉള്ളത് കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഒരു വൈകുന്നേരം കേട്ടോ ഇവിടെ വന്നത്. ഇത് ഞാൻ മുന്നേ കാണിച്ചു തന്ന വീട് തന്നെയാണ് കേട്ടോ. ഏലം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായില്ലേ, ആ ഏലമൊക്കെ കൃഷി ഉള്ള വീടല്ലേ, അവർക്ക് എന്തെങ്കിലും പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചി മഞ്ഞൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഏലം ഉണ്ട് ബാക്കിലേക്കാണ്, ഞാൻ അന്ന് കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പോകാനൊന്നും സമയമില്ല കേട്ടോ. നമ്മൾ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിയതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്, തരാത്തതായിട്ടും ലാസ്റ്റ് കുറച്ചെല്ലാം ഉണ്ട്. പിന്നെ വാട്സപ്പിലും അതുപോലെ തന്നെ കുറേ പേര് പറയുന്നുണ്ട്, കുറേ ഞാൻ എടുത്തിട്ടില്ല, അറിയാലോ അതിൻ്റെ നമ്മൾ പോകാനുള്ള ഒരുക്കങ്ങളും തിരക്കുകളും എല്ലാം ഉണ്ട്. അങ്ങനെ വീട്ടിലും എല്ലാവരും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ പോകുന്നതും വരുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് ക്ലിപ്പുകൾ നിങ്ങൾക്ക് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോയിലൊക്കെ പറ്റുന്ന പോലെയൊക്കെ കുറച്ച് ഇൻക്ലൂഡ് ആക്കാം. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ഉള്ളിവടയും കട്ടൻ ചായയും കുടിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇത് അവിടെ തന്നെയാണ് കേട്ടോ, മേപ്പാടിയാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. അതിനുശേഷം ഇതാ റഫീഖാൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ വന്നു, പുത്തൂർ വയൽ. ഇത് നമ്മളെ പോലീസ് ക്യാൻറ്റീനില്ലേ, പോലീസ് ക്യാൻറ്റീൻ്റെ അടുത്താണ്. പുതിയ വ്യൂസിന് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്, പഴയ വ്യൂസിന് അറിയാൻ ഞാനിവിടെ വന്നിട്ടുണ്ട്, വന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ മതിൽ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മളെ പോലീസ് ക്യാൻറ്റീൻ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിപ്പോൾ വന്നിട്ടുള്ളത് തൊട്ട് താഴെയുള്ള സുഹൃത്താൻ്റെ വീട്ടിലാണ് കേട്ടോ, റഫീഖാൻ്റെ പെങ്ങളെ വീട്ടിലാണ്.
അപ്പോൾ അങ്ങനെ അവിടെ നിന്നും നമ്മൾ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഇനി ഇവരൊക്കെ വീട്ടിലേക്ക് വരും കേട്ടോ, നമ്മളെ വീട്ടിലേക്ക് വരും. നമ്മൾ ഇവരോട് അവിടെ പോയിട്ട് യാത്ര പറഞ്ഞതാണ്. അതിനുശേഷം റമൽത്താൻ്റെ വീട്ടിൽ കേട്ടോ നമ്മൾ ബത്തേരി നായ്ക്കട്ടി ബത്തേരി അവിടെ വന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്നും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഗുണ്ടൽപേട്ട അത് പോകുന്ന റോഡാണ് കേട്ടോ. മുന്നിൽ തന്നെ കാണുന്നത് മെയിൻ റോഡിലാണ്, റോഡിൻ്റെ സൈഡിലാണ് വീടുള്ളത്. മുത്തങ്ങ അവിടെയൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയില്ല. മുത്തങ്ങ ഗുണ്ടൽപേട്ട ഒക്കെ പോകില്ലേ ആനനെയൊക്കെ കാണാൻ, ഇതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് കേട്ടോ പോവുക. അതിനുശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ ബത്തേരിയിലുള്ള സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു ഷൂ നോക്കാനുണ്ട്, പിന്നെ ഒരു ചെരുപ്പ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നടക്കാനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പ് അതും കൂടെ നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അധികം ഇങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ലാത്ത, എന്നാൽ നമ്മൾ കാലിൽ ഇട്ടാൽ നല്ല കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഷൂ ആട്ടോ ഞാൻ നോക്കുന്നത്. അങ്ങനെ ആ ഒരു പിങ്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അധികം വെയിറ്റ് ഇല്ല കേട്ടോ, എന്താ പറയുക, നമ്മൾ ഇടുമ്പോൾ അധികം വെയിറ്റ് ഇല്ല, നല്ല ഇടാൻ, പിന്നെ കാല് ഇടുമ്പോൾ നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പം നടക്കാനൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ, ഒന്നുകൂടെ സുഖമായിരിക്കും. അങ്ങനെ ഞാൻ അത് തന്നെ ഉറപ്പിച്ചു കേട്ടോ. അങ്ങനെ അതെടുത്തു. പിന്നെ ഷൂ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല, അപ്പം അത് പിന്നെ നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ബത്തേരിയിൽ തന്നെയുള്ള റോഫിക്കാൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. റോഫ്ക, നിങ്ങൾ വിചാരിക്കും റോഫ്ക അവരൊക്കെ അങ്ങോട്ട് കണ്ണൂരിലേക്ക് പോയില്ലേന്ന്. അവർ കണ്ണൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ റോഫ്ക്കാക്ക് ഇവിടെ റൂമിൽ നിന്നിട്ട് ഫുഡും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. പിന്നെ കുട്ടികൾക്കാണെങ്കിലും അവിടെയും സ്കൂളും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. അങ്ങനെ പിന്നെ അവരെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു കേട്ടോ, ഫാമിലീനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. കുട്ടികൾ ഇവിടെ സ്കൂളിൽ ചേർത്ത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4-5 ദിവസമായി അവർ വന്നിട്ട്, നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതാ ജംഷി നന്നായിട്ട് തകൃതിയായിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. കാട ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ സൈഡിലിരുന്നിട്ട് ചിക്കൻ കാല് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബിരിയാണിയെല്ലാം നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ നിന്നും യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇനി ഇവരെല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് അതെന്താണെങ്കിലും അറിയിക്കാൻ മറന്നു പോകരുതേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഓരോ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാട്ടോ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനും പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ചെയ്യാനും എല്ലാം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് വിട്ടുപോകരുത്, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.